ചാൻസലർ പുറത്താക്കിയ നടപടിയിൽ കാലിക്കറ്റ് വിസിക്ക് ആശ്വാസം. പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തു. അതേസമയം കാലടി വിസിക്ക് തിരിച്ചടി. പുറത്താക്കിയ ചാൻസലറുടെ നടപടിയിൽ ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യ, ചാൻസലറായിട്ടുള്ള ഗവർണർ പുറത്താക്കിയതിനെതിരെ കാലിക്കറ്റ് അതോടൊപ്പം തന്നെ കാലടി സംസ്കൃതം സർവകലാശാലകളിലെ മുൻ വിസിമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കാലിക്കറ്റ് വിസി ആയിട്ടുള്ള ഡോക്ടർ MK ജയരാജന് ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അദ്ദേഹത്തെ പുറത്താക്കിയ ചാൻസലറുടെ നടപടി സിംഗിൾ ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതേസമയം കാലടി സർവകലാശാല വിസി ആയിരുന്ന MV നാരായണനെ പുറത്താക്കിയ നടപടിയിൽ മേൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല. അത് സ്റ്റേ ചെയ്യണമെന്നുള്ള നാരായണന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും ഗവർണർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് UGC ചട്ടപ്രകാരമല്ല വിസിമാരുടെ നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. തുടർന്ന് ഇരുവരും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ ഈ വിസിമാർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആ 10 ദിവസത്തെ സാവകാശം പൂർത്തിയാകുന്നതിനിടയിലായിരുന്നു വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും കാലിക്കറ്റ് വിസിയുടെ നിയമനത്തിൽ ഒരു അപാകത എന്ന് ചാൻസലറായിട്ടുള്ള ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ചീഫ് സെക്രട്ടറിയെ കൂടി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറി അക്കാഡമിഷ്യൻ ആണോ, അല്ലെങ്കിൽ UGC ചട്ടപ്രകാരം ചീഫ് സെക്രട്ടറിയെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ വിശദമായിട്ട് വാദം കേൾക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് വിസി ആയിരുന്ന MK ജയരാജനെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ആ ഹർജിയിന്മേൽ തുടർവാദം കേൾക്കാം എന്നുള്ളൊരു തീരുമാനം സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കാലടിയുടെ കാര്യത്തിൽ മറിച്ചായിരുന്നു. അതായത് കാലടി സർവകലാശാലയുടെ വിസി നിയമനത്തിന് വേണ്ടിയിട്ട് സെർച്ച് കമ്മിറ്റി MV നാരായണനെ മാത്രമാണ് ശുപാർശ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുറത്താക്കിയ നടപടിയിൽ ചട്ടവിരുദ്ധതയുണ്ട്, അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള നിലപാടും തീരുമാനവുമാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. തുടർന്നാണ് MV നാരായണനെ പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്യില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി സ്വീകരിക്കുകയും ആ സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തത്. എന്തായാലും കാലിക്കറ്റ് വിസി ആയിട്ടുള്ള MK ജയരാജന് തുടരാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഹർജിമേൽ ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കും. ചീഫ് സെക്രട്ടറിക്ക് അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ സാധിക്കുമോ, അതിൽ UGC ചട്ടവിരുദ്ധതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും വാദം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി കേൾക്കുക. UGC ഇക്കാര്യങ്ങളിൽ, അതായത് ഈ 2 ഹർജികളിന്മേൽ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത് ചാൻസലറായിട്ടുള്ള ഗവർണർ ഈ വിസി നിയമന വിജ്ഞാപനം ഇറക്കിയ സമയത്ത് മുതൽ തന്നെ അതിൽ അസാധുവായിരുന്നു, അതായത് സാധുത ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് UGC ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല വിസി ആയിട്ടുള്ള MK ജയരാജനെ പുറത്താക്കിയ ഗവർണറുടെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അതോടൊപ്പം തന്നെ കാലടി വിസിയുടെ നടപടിയിൽ, അതായത് അദ്ദേഹത്തെ പുറത്താക്കിയ നടപടിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. ദൃശ്യ, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.